മഹാപൂർ എന്ന് പേരുള്ള ഗ്രാമത്തിൽ വളരെ ഫേമസ് ആയത് ബിർജുവിന്റെ പാനാണ്. ഒരുപാട് ദൂരെ നിന്ന് പോലും ആൾക്കാർ ആ പാൻ കഴിക്കാൻ വരും. ചേട്ടാ, ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പാൻ ഇട്ട് തരൂ. എനിക്ക് 2 പാൻ തരൂ. ഞാൻ അത് രുചിച്ച് കഴിക്കാൻ പോവുകയാണ്. തരാം മോനെ. ശരി മാമ. അങ്ങനെ എന്താണ് നിങ്ങൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്ന പാന്റെ രുചി വേറെ എവിടെയും കിട്ടുന്നില്ലല്ലോ. ഇത് എനിക്ക് പല വർഷങ്ങളായിട്ട് അനുഭവം ഉണ്ട് മോനെ. ഏകദേശം 35 കൊല്ലങ്ങളായിട്ടാണ് ഞാൻ ഈ പാൻ ഉണ്ടാക്കുന്നത്. വാ മാമ വാ, ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. ബിർജുവിന്റെ കൈകൊണ്ട് കിടക്കുന്ന പാൻ കഴിച്ചിട്ട് ജനങ്ങൾ മയങ്ങി പോവുകയാണ്. പിന്നെ അദ്ദേഹത്തെ പുകഴ്ത്താതെ അവർ അവിടെ നിന്നും പോകില്ല. ബിർജു ഒരു പാൻ 15 രൂപയ്ക്ക് വിൽക്കും. എന്നാലും ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പാൻ കടയിൽ നിന്നുമാണ് പാൻ വാങ്ങിച്ചു കഴിക്കുക. ബിർജുവിന്റെ പാൻ കടയുടെ മുൻപിലായി രവിയുടെ പാൻ കടയും ഉണ്ടായിരുന്നു. രവി ഒരു പാൻ 10 രൂപയെന്ന് വിൽക്കും. സ്പെഷ്യൽ പാൻ വെറും 10 രൂപയാണ്. 10 രൂപ. ചേട്ടാ ഒന്ന് നിൽക്കൂ. ഒരു പ്രാവശ്യം നമ്മുടെ പാനെ ഒന്ന് വാങ്ങി കഴിച്ചോ കേട്ടാ. ചേട്ടാ, നിങ്ങൾ ഉണ്ടാക്കുന്ന പാനിൽ നമ്മുടെ മാമൻ ഉണ്ടാക്കുന്ന പോലെ ഇല്ലല്ലോ, മനസ്സിലായോ? ചേട്ടാ, അദ്ദേഹം എന്താ ഉണ്ടാക്കുന്ന വെച്ചാൽ അതന്നെയല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്തായാലും ശരി, ഞാന് മാമൻ ഉണ്ടാക്കുന്ന പാന് മാത്രമേ കഴിക്കാറുള്ളൂ. രവി അവിടെ വരുന്ന ആൾക്കാരെ വിളിക്കും. പക്ഷെ ആരും അദ്ദേഹത്തിന്റെ പാൻ വാങ്ങി കഴിക്കില്ല. അപൂർവം ചിലർ മാത്രമേ രവിയുടെ കടയിൽ വന്ന് പാൻ കഴിക്കുള്ളൂ. അതുകൊണ്ട് രവിയുടെ കച്ചവടം തീരെ സുഖമില്ല. ഓരോ ദിവസവും വിഷമത്തോടെയാണ് അദ്ദേഹം വീട്ടിലേക്ക് പോവുക. എന്തു പറ്റി ചേട്ടാ? ഇന്ന് പോലും നല്ല രീതിയിൽ കച്ചവടം നടന്നില്ല എന്ന് തോന്നുന്നു. ആ ബിർജു മാമൻ ജീവനോടെ ഉള്ളത് വരെ നമ്മൾ കച്ചവടം ചെയ്യാൻ പറ്റിയ സംശയമാണ്. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് പാൻ കട വെച്ചാലോ എന്ന് ആലോചിക്കുക. ഞാൻ എവിടേക്കും വരില്ല. ഈ ഗ്രാമത്തിലാണ് എല്ലാം ഉള്ളത്. പക്ഷെ വരുമാനത്തിന് ഒരു വഴിയില്ലാതായി പോയല്ലോ. അത് നിങ്ങളുടെ പ്രശ്നമാണ്. അത് നിങ്ങൾ വേണം തീർക്കാൻ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ എന്റെ അനിയൻ ഇവിടേക്ക് വരുന്നുണ്ട്. കുറച്ചു ദിവസം അവൻ ഇവിടെയാ താമസിക്കുക. ഇതെന്താ ഇപ്പൊ പുതിയ പ്രശ്നം വന്നല്ലോ? എന്താ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. രവിയുടെ പ്രശ്നങ്ങൾ അധികരിച്ചുകൊണ്ടേ പോയി. ഒരു വശത്ത് നല്ല വരുമാനവുമില്ല, മറ്റേ വശത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശല്യവും. പിന്നെ ദിവസം അടുത്തതുമായി. നേരം വെളുത്തതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ തിടുക്കത്തിലായിരുന്നു. ബിർജുവും രവിയും അവരുടെ പാൻ കട തുറന്നു. എന്നത്തെയും പോലെ ബിർജു തന്റെ കട തുറന്നതും തന്നെ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എത്തി. ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ പാൻ കട എപ്പോഴാണ് ഓടാൻ പോകുന്നുണ്ട് അറിയില്ലല്ലോ. രവി വളരെ വിഷമത്തോടെ പാൻ കടയിൽ ഇരിക്കുകയായിരുന്നു. മാമ നമസ്കാരം. മാമ, എന്താ നീ ദൂരത്ത് നിന്ന് നമസ്കാരം പറയുള്ളൂ? ഇല്ല, നീ അടുത്ത് വരില്ലേ? എന്താ മാമ ഇങ്ങനെ പറയുന്നത്? മുകേഷ് തന്റെ മാമന്റെ കാലിൽ വീഴ്ന്നു വണങ്ങി. മുകേഷ് രവിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്തു പറ്റി മാമ? നിങ്ങൾ വല്ലാതെ മെലിഞ്ഞ് കാഞ്ഞുപോയി കിടക്കുന്നുണ്ടല്ലോ. എന്റെ ചേച്ചി നിങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്നില്ലേ? ഇതൊക്കെ നിന്റെ ചേച്ചീനടുത്താണ് നീ ചോദിക്കേണ്ടത്. മുകേഷിന്റെ ശ്രദ്ധ രവിയുടെ കണ്ണുകളിൽ പെട്ടു. രവി ബിർജുവിന്റെ പാൻ കട തന്നെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. എന്തു പറ്റി മാമ? അപ്പൊ തൊട്ട് ഈ പാൻകാരനെ തന്നെയാണല്ലോ നിങ്ങൾ നോക്കി പേടിപ്പിച്ചോണ്ടിരിക്കുന്നത്. എന്തെന്ന് പറയാനാ? നീ കണ്ടില്ലേ, ആ കട എപ്പം നോക്കിയാലും തിരക്കുണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്കൊരു കടയുണ്ടല്ലോ, ഒരു കസ്റ്റമർ പോലും വരുന്നേ ഇല്ല. ആ ബിർജു പാനിൽ അങ്ങനെ എന്താണ് ചേർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. കസ്റ്റമർ ആണെങ്കിൽ അയാൾ എങ്ങനെയാണ് വലിച്ചു കൊണ്ടുവരുന്നത് മനസ്സിലാവുന്നില്ല. അയാൾ ഇവിടെ കട ഇടുന്നവരെ എനിക്ക് തീർച്ചയായിട്ടും ഇവിടെ ഒരു കച്ചവടവും ഉണ്ടാവില്ല. എന്റെ അടുത്ത് ഒരു വഴിയുണ്ട് മാമ. ആ തിരക്കൊക്കെ നിങ്ങളുടെ പാൻ കഴിക്കുന്ന പോലെ ചെയ്യാം. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനായിട്ട് അധികമായിട്ട് കാശുണ്ടാക്കാം. എങ്ങനെ? മുകേഷ് തന്റെ ഐഡിയ രവിയുടെ കാതുകളിൽ പറഞ്ഞു. പക്ഷേ ഇതിലൊരു പ്രശ്നമൊന്നും വരില്ലല്ലോ. അയ്യോ, ഇതിലൊന്നും ഒരു പ്രശ്നം വരില്ല. കുറെ പേര് പാനിൽ ഇത് ഇടാറുണ്ട്. പിന്നെ ഒരാള് ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി, പിന്നെ കഴിച്ചോണ്ടിരിക്കും. എന്നാ ശരി, ഒരു പ്രാവശ്യം നമുക്ക് ചേർത്ത് നോക്കാലോ. ഞാനത് വാങ്ങിട്ട് വരാം. മുകേഷ് എവിടേക്കോ പോയി. പിന്നെ രവി ബിർജുവിന്റെ കടയെ ചിരിച്ചുകൊണ്ട് നോക്കി. ഇനി ഞാൻ നോക്കട്ടെ നമ്മുടെ പാൻ എങ്ങനെ വിൽക്കാതിരിക്കുന്നുണ്ടെന്ന്. കുറച്ചു സമയത്തിന് ശേഷം മുകേഷ് ആ സാധനം വാങ്ങിക്കൊണ്ടുവന്നു. എല്ലാ പാനിലും കുറച്ച് കുറച്ച് മിക്സ് ചെയ്യും മാമ. ശരി, എന്നാ ഇപ്പൊ ഞാൻ പുറപ്പെടട്ടെ, ചേച്ചിനെ പോയി കാണണം. മുകേഷ് രവിയുടെ കാലുകളിൽ വീഴ്ന്നു വണങ്ങി. സന്തോഷമായിട്ടിരിക്കും മോനെ.
പിന്നെ അവിടെ നിന്നും അദ്ദേഹം പോയി. രവി ആ സാധനം മിക്സ് ചെയ്ത് പാൻ ചെയ്തു. ഫ്രീ ആയിട്ടുള്ള പാൻ, ഒരു പാൻ ഫ്രീ. വരൂ വരൂ, വന്ന് കഴിക്കൂ. ഇതുപോലെ പാൻ നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. രവിയുടെ ശബ്ദം കേട്ടതും ജനങ്ങൾ അവനെ തിരിഞ്ഞു നോക്കി. രവിക്ക് വല്ലത് പ്രാന്തങ്ങം പിടിച്ചോ? പാന് ഫ്രീ ആയിട്ട് തരാന്ന് പറയുന്നു. എനിക്കെന്താ തോന്നുവെച്ചാൽ കച്ചവടത്തിന് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ് തരുന്നത്. ശരി എന്നാ വാ, നമുക്ക് അതൊന്ന് വാങ്ങി കഴിച്ചു നോക്കാം. ബിർജുവിന്റെ ഒരു ചില കസ്റ്റമേഴ്സ് രവിയുടെ പാൻ കടയിലേക്ക് വന്നു. എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പാൻ തരൂ. ആ, എനിക്കും വേണം. രവി രണ്ടുപേർക്കും പാൻ നൽകി. അത് കഴിച്ചതും തന്നെ അവർ സന്തോഷവാന്മാരായി. പിന്നെ മുഖം പ്രസന്നമായി. എന്റെ പൊന്നോ, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇതുപോലെ പാൻ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേ ഇല്ല. വാവ് വാവ്, സൂപ്പർ പാൻ തന്നെയാ മോനെ. തന്റെ പാനിനെ കുറിച്ച് പറഞ്ഞതിൽ രവിക്ക് നല്ല സന്തോഷം തോന്നി. ഇനൊരു പാൻ തരൂ. ഒരു പാനാണ് ഞാൻ ഫ്രീ ആയിട്ട് തരിക. മറ്റൊരു പാന്റെ വില 15 റുപ്യ. ശരി ശരി, ഇതാ പിടിച്ചോ. രവി കാശ് വാങ്ങി വീണ്ടും ഒരു പാൻ നൽകി. ഇവർ രണ്ടുപേരെയും കണ്ട് ഇനിയും കുറെ കസ്റ്റമേഴ്സ് രവിയുടെ പാൻ കഴിക്കാനായി എത്തി. ഞങ്ങൾക്കും ഫ്രീ പാൻ തരൂ. എനിക്കും. ആരൊക്കെയാണോ ഫ്രീ ആയിട്ട് പാൻ വാങ്ങി കഴിച്ചത് അവരൊക്കെ വീണ്ടും ഒരു പാൻ വാങ്ങി. ആ ദിവസം മുഴുവൻ രവിയുടെ വരുമാനം അധികരിച്ചു. അന്ന് രവി വളരെ സന്തോഷവാനായി. അതുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് സ്വീറ്റ് വാങ്ങിക്കൊണ്ടു പോയി. എന്താ മാമ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്ന് എന്താ കാര്യം? നിന്റെ ഐഡിയ വർക്കൗട്ട് ആയി മോനെ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാശ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ പൊന്നോ, ഇതാ സമർണ, നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വരുമാനം? രവി തന്റെ അധ്വാനത്തിന് കിട്ടിയ പണം സ്വർണ്ണയുടെ കയ്യിൽ നൽകി. അത് കണ്ടിട്ട് അവൾക്ക് ആശ്ചര്യം തോന്നി. അല്ല, എന്താ ഇത്? ഇന്നെന്തെങ്കിലും പുതിയ മന്ത്രം കണ്ടുപിടിച്ചോ നിങ്ങൾ? ചേച്ചി, ഇതിനൊക്കെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഇനി ദിവസവും നമ്മുടെ മാമൻ കുറെ കാശുകൾ ഉണ്ടാക്കി കൊണ്ടുവരും. കൊള്ളാലാനിയ. സ്വർണ്ണ തന്റെ അനുജനെ വളരെ പ്രശംസിച്ചു. രവി ആ വസ്തു ദിവസവും അവന്റെ പാനിൽ ചേർക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് ആ പാൻ കഴിക്കാനായി വീണ്ടും വീണ്ടും അവിടേക്ക് എത്തി. ബിർജുവിന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേർ ഇപ്പോൾ രവിയുടെ പാൻ കഴിക്കാൻ തുടങ്ങി. ബിർജുവിന്റെ പാൻ കട ഇപ്പോ കാലിയായി. ഇത് കണ്ടിട്ട് ബിർജുവിന് വിഷമം തോന്നി. അയ്യോ എന്റെ ദൈവമേ, നിന്റെ എന്ത് കളിയാണ് ഇത്? നിന്റെ ആശീർവാദവും കൃപയും എപ്പോഴും എന്റെ അടുത്ത് ഉണ്ടാവണം ദൈവമേ. ബിർജു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കടയിലേക്ക് ഒരു കസ്റ്റമർ വന്നു. ഒരു പുതിയ കസ്റ്റമർ. അമ്മ, ഒരു പാൻ തരൂ. ബിർജു ആ കസ്റ്റമറിന് പാൻ നൽകി. എന്നിട്ട് 15 രൂപ വാങ്ങി. പിന്നെ അതേ കസ്റ്റമർ രവിയുടെ കടയിലേക്ക് പോയി. പിന്നെ അദ്ദേഹം അവിടെ നിന്നും ഒരു പാൻ വാങ്ങി. പിന്നീട് തന്റെ കാറിൽ കയറി അദ്ദേഹം അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. പിന്നീട് നേരെ രവിയുടെ കടയിലേക്ക് പോയി. അദ്ദേഹം രവിയുടെ കൈകളിൽ വിലങ്ങിട്ടു. പാവപ്പെട്ട ജനങ്ങൾക്ക് നീ അഫിൻ കളഞ്ഞിട്ടാണോ പാൻ കൊടുക്കുന്നത്? ഇല്ല സാർ, അത് കള്ളത്തരാണ്. ഞാൻ അഫിനൊന്നും കളഞ്ഞിട്ടില്ല. ഞാൻ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നവനാണ്. ഞങ്ങൾക്ക് ആദ്യം തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്, ഈ ഗ്രാമത്തിൽ ആരോ ഒരു പാൻകാരൻ അഫിൻ കലർന്ന് പാൻ കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ 2 കടേന്റെ പാൻ ചെക്ക് ചെയ്തപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് നിന്റെ പാനിൽ അഫിൻ കലർന്നിട്ടുണ്ടെന്ന്. ഇനി നിന്റെ ജീവിതം മുഴുവനും നീ ജയിലിൽ തന്നെ ഇരുന്നോളണം. പോലീസുകാർ രവിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവനെ ജയിലിൽ അടച്ചു. അവന് പണത്തിനോട് അത്യാഗ്രഹമായതുകൊണ്ട് അവന്റെ ജീവിതം തന്നെ നശിച്ചു. എന്റെ കുരുട്ട് ബുദ്ധിന് എന്തിനങ്ങനെ തോന്നിയെന്ന് അറിയില്ലല്ലോ. ഞാൻ എന്റെ അളിയന്റെ വർത്താനം കേട്ടിട്ട് ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അത്യാഗ്രഹം കൊണ്ട് എന്റെ ജീവിതം തന്നെ നാശമായി പോയല്ലോ. ഒരുപക്ഷെ പാനിൽ അഫിൻ അവൻ കലർന്നില്ലായിരുന്നെങ്കിൽ അവൻ ഈ അവസ്ഥ വരില്ലായിരുന്നു. അത്യാഗ്രഹം ഒരിക്കലും നല്ലത്. ഒരു ഗ്രാമത്തിൽ അശോക് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അശോക് തന്റെ 20 വയസ്സ് മകൻ ചന്ദനോടൊപ്പം ഗ്രാമത്തിന്റെ നടുക്ക് മോമോസ് കടയിട്ട് വ്യാപാരം ചെയ്യുകയായിരുന്നു. ഒരു ദിവസം നടന്ന സംഭവം. അശോക് ചന്ദനെ വിളിച്ചുകൊണ്ട് ജോലിക്കാര്യമായി പോവുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ 17 വയസ്സ് മകൾ അനിത പറഞ്ഞത്, അച്ഛാ, ഞാൻ കുക്കിംഗ് കോഴ്സ് പഠിക്കാൻ പോവുകയാണ്. അതിന് തനിയെ കാശ് കെട്ടണം അച്ഛാ. അത് എന്തോ പുതിയതായിട്ട് കുക്കിങ്ങും? അച്ഛാ, കുക്കിംഗ് എന്ന് വെച്ചാൽ പാചകം ചെയ്യുന്ന കോഴ്സ്. ഞങ്ങളുടെ കാലത്ത് ഇതുപോലെ കാര്യങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല. പക്ഷെ നിന്റെ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു.
പിന്നെ നീ ആവശ്യമില്ലാതെ ഈ കോഴ്സ് ചെയ്യേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഞാൻ ആവശ്യമില്ലാതെ പൈസ ഒന്നും ചെലവാക്കില്ല. അശോക് പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങളുടെ കാലം അത് വേറെയാണ്, ഇപ്പോഴുള്ള കാലമൊക്കെ വേറെയാണ്, കുട്ടിയുടെ മനസ്സിനെ കഷ്ടപ്പെടുത്തല്ലേ. നിന്റെ മോള് റെസ്റ്റോറന്റിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന പറയുന്നേ. എന്തായാലും മറ്റൊരു വീട്ടിൽ ചെന്ന് അടുപ്പ് ഊതാനല്ലേ പോകുന്നേ. അതുമല്ലാതെ ഈ വർഷം തന്നെ ഞാൻ അവളുടെ പഠിപ്പ് നിർത്താൻ പോവാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അശോക് തന്റെ മകൻ ചന്ദനോടൊപ്പം ഗ്രാമത്തിന്റെ നടുക്ക് ചെന്ന് മോമോസ് വ്യാപാരം ചെയ്യാൻ പോയി. അശോക് തന്റെ സ്ഥലത്തേക്ക് പോയി. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ഗ്രാമത്തലവൻ വന്നത്. പിന്നെ പറയുമോനെ അശോകേ, പിന്നെ എങ്ങനെ പോകുന്നു? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് തലവരയ്യ. നിന്റെ മകൻ ചാന്തൻ വലിയ പയ്യനായല്ലോ. ഇപ്പൊ നീ അവന്റെ കല്യാണ കാര്യങ്ങൾ ഏർപ്പാടങ്ങളൊക്കെ ചെയ്യാമല്ലോ. ഇപ്പൊ അവൻ നിന്റെ ജോലിക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ ആദ്യം എന്റെ മോള് അനിതാന്റെ വിവാഹം ചെയ്ത് കഴിക്കാമെന്നാണ്. അനിതാന് ഇപ്പോഴല്ല 17 വയസ്സാവാൻ പോകുന്നത്. ആദ്യം നിന്റെ മകളിനെ സ്കൂള് പഠിത്തം നിർത്തണം. എന്തെന്നാ പെണ്ണുങ്ങൾ പിടിച്ച് ഒരു കാര്യവുമില്ല. അവരെന്താ ചെയ്യാമെന്ന് പറഞ്ഞേ. അതും കഴിഞ്ഞ് പെണ്ണുങ്ങൾ പഠിച്ച് എന്തെങ്കിലും ആയാലും അവര് അച്ഛന്മാരെ സഹായിക്കാനുണ്ടാവില്ല. അവര് പുരുഷന്മാരെക്കാണ് സഹായിക്കാനുണ്ടാവുക. അച്ഛന്മാര് അദ്ദേഹത്തിന്റെ കല്യാണ കടലെല്ലാം മുങ്ങിപ്പോവും. പിന്നെ ആൺകുട്ടികള് എപ്പോഴും അച്ഛനമ്മയ്ക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് തലവരെ. ഇന്ന് ഞാനും എന്റെ ഭാര്യയുടെ അടുത്ത് ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഞാൻ നാളെ തന്നെ അനിത തന്നെ സ്കൂളിലേക്ക് പോകുന്നത് നിർത്താം. അടുത്ത ദിവസം അനിത സ്കൂളിലേക്ക് പോകാനായി റെഡിയാവുകയായിരുന്നു. അപ്പോഴാണ് അശോക് അനിതയോട് എന്തു പറഞ്ഞെന്നാൽ, ഇന്ന് തൊട്ട് നീ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അനിത. ഇനി നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അശോക് പറഞ്ഞത് കേട്ടിട്ട് ബിന്ദുവിന് വല്ലാതെ ദേഷ്യം വന്നു. എന്താ ഇത് നിങ്ങൾ ബുദ്ധിയില്ലാത്തതുപോലെ സംസാരിക്കുന്നത്? ഞാൻ പഠിക്കാത്തവനാണ്, അത് സമ്മതിക്കാം. പക്ഷെ നാളെ തന്നെ അനിത വിവാഹം ചെയ്തു പോവും. ഇവള് പഠിച്ച വലിയ ആളാണോണ്ട് നമുക്കെന്താണ് പ്രയോജനം പറഞ്ഞേ? നിങ്ങൾ അനിതയെക്കാളും ചന്ദനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചന്ദനോടുള്ള സ്നേഹം നിങ്ങളുടെ കണ്ണിനെ മറച്ചിരിക്കുന്നു. അത് കാരണം ചന്ദൻ ചെയ്യുന്ന ഒരു തെറ്റും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അർദ്ധരാത്രിയിൽ വീട്ടിലേക്ക് വരുന്നല്ലോ ചോദിച്ചോ? രാത്രി അവൻ എവിടേക്ക് പോകുന്നു, എന്തു ചെയ്യുന്നു? ചന്ദൻ ആൺകുട്ടിയാണ് ബിന്ദു. പിന്നെ ആൺകുട്ടികള് വൈകുന്നേര സമയത്ത് വീട്ടിലുണ്ടാവില്ല ബിന്ദു. അവര് അവരുടെ സുഹൃത്തോടൊപ്പമാണ് ഉണ്ടാവുക. മാസത്തിൽ 10 ദിവസം അവൻ നിങ്ങളോടൊപ്പം ജോലിക്ക് വരുന്നു. പിന്നെ മറ്റുള്ള 20 ദിവസവും നാട് കറങ്ങുന്നതല്ലാതെ ഒരു ജോലിയും ചെയ്യുന്നില്ല. പഠിത്തം അവന്റെ തലയ്ക്കകത്ത് ഒട്ടും കേറുന്നുമില്ല. തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അശോക് പുലമ്പിക്കൊണ്ടേ ചന്ദനെ വിളിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ നടുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ദേഷ്യത്തോടെ ചന്ദനോട് എന്തു പറഞ്ഞെന്നാൽ, നിന്റെ മകള് പിടിവാദക്കാരിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അനിതന്റെ പഠിപ്പ് അവള് ഏത് കാര്യത്തിലും നിർത്തില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. അമ്മയ്ക്ക് എന്റെ മേലെ എത്ര ദേഷ്യം. അവര് എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും നീ വലുതായിട്ട് എടുക്കണ്ട മോനെ. ഇപ്പൊ അത് അവൾക്ക് മനസ്സിലാവില്ല. മോനാണ് അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും തുണയായിരിക്കുക എന്ന്. പെണ്ണെന്തായാലും വേറെ വീട്ടിക്കല്ലേ പോവാ. കാലമും അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം അശോക് വണ്ടിക്കട എടുത്തുകൊണ്ട് ഗ്രാമത്തിന് നടുക്ക് ചെന്നു. അപ്പോഴാണ് ഗ്രാമത്തിലെ പങ്കജെന്ന് പേരുള്ള ഒരു മോശമായ ആള് അശോകിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, നിന്നെ ജമീന്ദാരയ്യ വരാൻ പറഞ്ഞു അശോകെ. ജമീന്ദാരയ്യ എന്നെ എന്തിനാ കാണുന്നു പറഞ്ഞേ? ഇതൊക്കെ നീ അദ്ദേഹത്തോടെ ചെന്ന് ചോദിക്കേ. ഉടനെ അശോക് ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. ജമീന്ദാർ അശോകിനെ കണ്ടതും എന്തു പറഞ്ഞെന്നാൽ, നിന്റെ മോൻ കള്ളം പറഞ്ഞ് കടന്ന 2 കൊല്ലം എടുത്ത് പൈസ മേടിച്ചോണ്ട് പോവാണ്. ഇതുവരെ അവൻ 10 ലക്ഷമാണ് എൻ്റെ അടുത്ത് മേടിച്ചിട്ട് പോയിരിക്കുന്നത്. എന്ത് കള്ളമാണ് പറഞ്ഞത്? അതാ നിനക്ക് ക്യാൻസർ ഉണ്ടെന്ന്. പിന്നെ നിനക്ക് വൈദ്യം നോക്കുകയാണെന്ന് പറഞ്ഞു. ഇന്നലെയാണ് അറിഞ്ഞത് അവന്റെ പൈസയൊക്കെ നഷ്ടത്തിൽ വിട്ടുന്ന്. ഇന്നലെ ഞാൻ അവന് ചെന്ന് പൈസ ചോദിച്ചാൽ അവൻ ഗ്രാമത്തിൽ വിട്ടെന്നെ ഓടിക്കളഞ്ഞു. ഇപ്പൊ അവൻ മേടിച്ച പൈസക്ക് നീ തന്നെ കടം അടയ്ക്കണം. ജമീന്ദാരെ, എന്റെ മോൻ അതുപോലെ ചെയ്യുന്ന പയ്യനൊന്നുമല്ല. ഞാൻ ഇതുവരെ 10 ലക്ഷം രൂപ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. അതും കഴുത്ത് മേടിച്ചുകൊണ്ടാണ്. ഞാൻ നിനക്ക് 10 ദിവസം സമയം തരാം. 10 ദിവസം കൊണ്ട് നീ എനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടെന്നെ നിന്നെ കഴുത്ത് പിടിച്ച് പുറത്തു തള്ളും. അശോക് തല കുനിച്ചുകൊണ്ട് തന്റെ വീട്ടിനകത്തേക്ക് വന്നു. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബിന്ദു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ?
ഞാൻ നടുത്തെരുവിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചന്ദൻ രാത്രി ബേഗോടെ എന്തിനാണ് പോയതെന്ന്. അവൻ ഓടിക്കളഞ്ഞു. തെറ്റ് എന്റെ ഭാഗത്താ ബിന്ദു. നീ സത്യം പറഞ്ഞു. മോനു പറഞ്ഞ് എന്റെ കണ്ണ് ഇരുട്ടായി പോയി. അപ്പോഴാണ് അനിത തന്റെ അച്ഛനോട് പറഞ്ഞത്, അച്ഛാ, നിങ്ങൾ മനസ്സ് കൈവിടരുത്. ഒരുപക്ഷെ ചന്ദനേട്ടൻ നിങ്ങളെ വിട്ടു പോയാലും എന്തു പറ്റി, ഞാനുണ്ടല്ലോ നിങ്ങളോടൊപ്പം. പക്ഷെ മോളെ അനിത, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛാ, അമ്മ നിങ്ങൾക്കറിയാതെ എനിക്ക് കുക്കിംഗ് കോഴ്സിന് കാശ് തന്നു. ഞാൻ പ്രാക്ടിക്കൽ ചെയ്ത് പുതിയതായ ഒരു ഡിഷ് കണ്ടുപിടിച്ചു. മോമോസ് ഇപ്പോൾ പഴയ ഭക്ഷണമായി. ഞാൻ നാളെ നമ്മുടെ ഗ്രാമത്തിലെ മാർക്കറ്റിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പാൻ ദോശ ചെയ്ത് വിൽക്കാം. നിങ്ങൾ മാർക്കറ്റിൽ നിന്നും എനിക്ക് പാൻ വാങ്ങിക്കൊണ്ട് വരൂ. പക്ഷെ മോളെ അനിത, ജമീന്ദാർ നമുക്ക് 10 ദിവസമാണ് സമയം തന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ മകൾ ചെയ്യുന്ന ഈ പാൻ ദോശ നല്ല രീതിയിലായാലോ? അടുത്ത ദിവസം അശോക് എന്തു ചെയ്തെന്നാൽ ഒരുപാട് പാൻ വാങ്ങിക്കൊണ്ടുവന്ന് അനിതയുടെ കയ്യിൽ കൊടുത്തു. അനിത ആ പാൻ എല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് ആക്കി മാറ്റി. പിന്നെ തന്റെ അച്ഛനോടൊപ്പം ചേർന്ന് മാർക്കറ്റിലേക്ക് ചെന്നു. മാർക്കറ്റിൽ അനിത ഒരു വലിയ ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ച് ആ പാൻ പേസ്റ്റ് അതിലിട്ടു. കുറച്ചു സമയത്തിനകം അത് ഒരു ചപ്പാത്തിയായി മാറി. പിന്നെ അതിനൊരു ദോശയുടെ രൂപം നൽകി അതിൽ ഒരുപാട് വെണ്ണ അവൾ തടവി. കുറച്ചു സമയത്തിനകം അനിത ചെയ്ത പാൻ ദോശയുടെ മണം എല്ലാ ദിശയിലും പരന്നു. അപ്പോഴാണ് ഒരു കസ്റ്റമർ അവിടെ നിന്നും ഓടി വന്ന് അവരോട് എന്തു പറഞ്ഞെന്നാൽ, ഇതെന്ത് ദോശയാണിത്? ഇതാണോ ഇത് പാൻ ദോശ? ഇതുപോലെ ഒരു ദോശ ഞാൻ കണ്ടിട്ടുമില്ല, ഇതുവരെ കേട്ടിട്ടുമില്ല. ഒരു വട്ടം നിങ്ങൾ ഇത് കഴിച്ചു നോക്കിയാൽ ഇതിന്റെ രുചി നിങ്ങൾ ജീവിതകാലം മൊത്തം മറക്കില്ല. അതേ, ഒരു ദോശ എത്രയാണ്? ഒരു ദോശ 50 രൂപ. ഞാൻ എന്റെ മുതലാളിനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. നിക്കൂ, ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാം. കുറച്ചു സമയത്തിനകം ഒരു ഭംഗിയുള്ള ശാന്തമായ രൂപമുള്ള ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടേക്ക് വന്നു. ആ ഭംഗിയുള്ള സ്ത്രീ അനിതയോട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ തൊട്ടടുത്ത ഗ്രാമത്തിലെ ജമീന്ദാന്റെ ഭാര്യ ഗജരി. 3 ദിവസത്തിനകം എന്റെ മകൾക്ക് കലക്ടറോടൊപ്പം വിവാഹം നടക്കാൻ പോകുന്നു. ഞാൻ ഈ ഗ്രാമത്തിൽ ഒരു പാചകക്കാരിയെ തേടി വന്നതാണ്. വ്യത്യാസമായ ഡിഷ് ചെയ്യുന്ന ആളായിരിക്കണം. നിന്റെ ഈ പാൻ ദോശ കണ്ടിട്ട് എനിക്ക് നല്ല വിശ്വാസം വന്നു. ഇതിനേക്കാളും നല്ല ഒരു ഡിഷ് ആരെ കൊണ്ടും ചെയ്യാനാവില്ല. കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും പാൻ ദോശ ചെയ്ത് നിനക്ക് കൊടുക്കാനാകുമോ? അതെ അതെ, തീർച്ചയായും ചെയ്യാം അമ്മേ. ഒരു വട്ടം എനിക്ക് അവസരം മാത്രം തന്നു നോക്കൂ. എന്നാ ശരി, നീ ചെയ്യുന്ന ഈ പാൻ ദോശ ഞങ്ങളുടെ വീട്ടിൽ കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ജോലിക്ക് ഞാൻ നിനക്ക് 15 ലക്ഷം രൂപ കാശ് തരാം. നീ എന്റെ കൂടെ വാ. അനിത തന്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് ഗജരിയുടെ അവരുടെ ഗ്രാമത്തിലുള്ള അവരുടെ മാളികയിലേക്ക് ചെന്നു. പിന്നെ പാൻ ദോശ ചെയ്യാനായി അവൾ ആരംഭിച്ചു. 3 ദിവസങ്ങൾക്കകം അനിത തന്റെ അധ്വാനം കൊണ്ട് പിന്നെ പൂർണ്ണ മനസ്സോടെ കല്യാണത്തിന് വന്ന എല്ലാവർക്കും പാൻ ദോശ ചെയ്ത് റെഡിയാക്കി വെച്ചു. ആ കല്യാണത്തിന് വന്ന ഒരാൾ ആ പാൻ ദോശ കഴിച്ചിട്ട് അതിശയത്തോടെ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലെ കുറെ സ്ഥലത്ത് കുറെ ദോശ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലത്തെ നല്ല രുചിയുള്ള ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അവിടെ വന്നവർ എല്ലാവർക്കും അനിതയുടെ കൈകൊണ്ട് ചെയ്ത ആ പാൻ ദോശ ഒരുപാട് ഇഷ്ടമായി. ഇത് കണ്ടിട്ട് ഗജരി ഒരുപാട് സന്തോഷത്തോടെ അനിതയോട് എന്തു പറഞ്ഞെന്നാൽ, നീ യഥാർത്ഥത്തിൽ കഠിന അധ്വാനിയാണ്. നീ ഇരിക്കേണ്ട സ്ഥലം ഇതല്ല. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വേണം നീ ഇരിക്കാൻ. ഞാൻ നിനക്ക് 15 ലക്ഷം രൂപ മാത്രമല്ലാതെ നഗരത്തിലുള്ള ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പാൻ ദോശ ചെയ്യാനുള്ള കോൺട്രാക്റ്റും വാങ്ങിത്തരാം. ഗജരി അനിതയുടെ കയ്യിൽ 15 ലക്ഷം രൂപ പണം നൽകി. അനിത ആ എല്ലാ പണവും തന്റെ അച്ഛന്റെ കയ്യിൽ നൽകി. അച്ഛാ, ഈ പണം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണച്ചാ. തന്റെ മകൾ പറഞ്ഞത് കേട്ടിട്ട് അശോകിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. മോളെ, നീ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ ഭാരമാണ് ഞാൻ വിചാരിച്ചത്. എപ്പോഴും ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ, ആൺകുട്ടികളാണ് അച്ഛനമ്മയ്ക്കും സഹായിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സംസാരിച്ചത് തെറ്റാണ്. ഇന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കി. മോശമായ സമയത്ത് നമ്മൾ ആര് സഹായിക്കുന്നു? അത് പെണ്ണുങ്ങൾ മാത്രമാ മോളെ. അശോക് നേരെ ജമീന്ദാറിന്റെ മാളികയിലേക്ക് ചെന്ന് പണം കൊടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ, ജമീന്ദാരെ, ഇന്നാ പിടിച്ചോളൂ, നിങ്ങൾക്ക് ചേരേണ്ട 10 ലക്ഷം രൂപ. എനിക്ക് അറിയാം അശോകെ, ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ 10 ലക്ഷം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുമെന്ന്. ദൈവം നിനക്ക് തന്ന പോലെ തന്നെ ഒരു മകളെ എല്ലാവർക്കും തരണം. കുറച്ചു ദിവസത്തിനു ശേഷം അനിതയ്ക്ക് നഗരത്തിലെ ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പാൻ ദോശ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു.
പിന്നെ അശോകിന്റെ ദിവസങ്ങൾ മാറി. അനിത തന്റെ അച്ഛനോട് എന്തു പറഞ്ഞെന്നാൽ, അച്ഛാ, ഇനി നിങ്ങൾ മാർക്കറ്റിൽ വണ്ടിക്കട ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഈ ചെറിയ വീട് മാറ്റി നല്ലൊരു വലിയ വീട് പണിയാം. ഞാൻ നിങ്ങളെയും അമ്മയും ഒരിക്കലും കൈവിടില്ല. അനിത പറഞ്ഞത് കേട്ടിട്ട് അവളുടെ അമ്മ ബിന്ദു തന്റെ ഭർത്താവിനോട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മളുടെ മകൾ ചെയ്യുന്ന പാൻ ദോശ വലിയ അതിശയമായി മാറുമെന്ന്. ബിന്ദു പറഞ്ഞത് കേട്ടിട്ട് അശോക് ചിരിക്കാൻ തുടങ്ങി. അതുതന്നെയാണ് നേരും. അനിതയുടെ കൈകൊണ്ട് ചെയ്ത ആ പാൻ ദോശ അശോകിന് ഒരു അതിശയമായി മാറി. രാധിക കുട്ടിക്കാലം തൊട്ട് ആമ്പിള്ളേരുടെ കൂടെ കറങ്ങുമായിരുന്നു. ആമ്പിള്ളേരുടെ കൂടെ കറങ്ങുന്നതുകൊണ്ട് അവൾക്ക് വെറ്റ കഴിക്കുന്ന ശീലമായി. ആ സ്വഭാവം വലുതായപ്പോഴും മാറിയില്ല. ഇന്ന് വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പുറപ്പെടാറായി. അവളുടെ അമ്മ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ നോക്കി. മോളെ, നിന്റെ വായിക്കും വെറ്റയ്ക്കും നിയന്ത്രണം വേണം. ഭർത്താവിന്റെ വീട്ടിലേക്കാണ് നീ പോകുന്നത്. നീ ചെയ്യുന്ന തോന്നിവാസം എല്ലാം കണ്ടു നിൽക്കാൻ നിന്റെ അമ്മയും അച്ഛനൊന്നും അവിടെ ഇല്ല. അവിടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും കാണും. അവര് പറയുന്ന പോലെ നീ കേൾക്കാൻ പാടുള്ളൂ. 2-3 ദിവസമൊക്കെ ഞാൻ സഹിക്കും. പിന്നെ അമ്മായിയമ്മ കൂടുതൽ സംസാരിക്കാൻ പോയാ ഞാൻ വയലൊരു വെറ്റയിട്ട് ചവച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പും. ഭർത്താവിന്റെ വീട്ടിലെത്തിയതിനു ശേഷം രാധിക 1-2 ദിവസം ഒരുപാട് കൺട്രോൾ ചെയ്തു. എന്നിട്ട് വെറ്റ കഴിച്ചില്ല. പക്ഷെ ഒരുപാട് ദിവസമൊന്നും അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം രാധികയുടെ അമ്മായിയമ്മ എഴുന്നേറ്റപ്പോ അവരുടെ ചുമരിൽ ചുമന്ന നിറത്തിലെ വെറ്റയുടെ കറ കണ്ടു. രാഹുൽ, നീയാണോ വെറ്റ കഴിച്ച് ഇവിടെ തുപ്പിയിട്ടത്? അല്ലമ്മേ, തുപ്പിയത് ഞാനല്ല. പിന്നെ എങ്ങനെയാണ് ഈ ചുമരിലെ വെറ്റയുടെ കറ പുരണ്ടത്? അമ്മേ, അത് പിന്നെ രാധികയാണ് വെറ്റിലപ്പാക്ക് മുറുക്കുന്നേ. എന്താ മോളോ? ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇനി മേലാൽ ഈ വീട്ടിനകത്ത് ഞാൻ വെറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഭർത്താവിന്റെ വീട്ടില് വന്നതിന് ശേഷമാണ് രാധികയ്ക്ക് മനസ്സിലായത് അമ്മയുടെ മുമ്പില് ഭർത്താവ് രാഹുൽ വെറും പൂച്ചയാണെന്ന്. ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി വീട്ടിൽ വന്നു. അമ്മാവ, എന്റെ അച്ഛന് തീരെ സുഖമില്ല. അമ്മ മരുന്ന് മേടിക്കാൻ പോയി. വീട്ടില് കഴിക്കാൻ ഒന്നുമില്ല. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാമോ? എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഗുൻഗുൻ, ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് ഭക്ഷണം കൊണ്ടുവരാം. അവിടെ നിൽക്കുക രാഹുൽ. അവക്ക് നീ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. ദേണ്ട ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം. നിന്നോട് പല പ്രാവശ്യം വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്താ മനസ്സിലാവില്ലേ? ഇനി മേലാലി വീട്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിലാ അവിടെ ഒരു വടി ഇരിക്കുന്നത് നീ കണ്ടിട്ടുണ്ടല്ലോ. വടി കണ്ടപ്പം പെങ്കുച്ച് അവിടുന്ന് ഓടിപ്പോയി. രാഹുൽ മുറിക്കകത്ത് തിരിച്ചു വന്നപ്പം രാധിക അയാളോട് പറഞ്ഞു, ഏതായിരുന്നു ആ പെങ്കുച്ച്? അതിന് കഴിക്കാൻ ഇത്തിരി ആഹാരം കൊടുത്തെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴുവോ? വിവാഹത്തിന് മുൻപ് നല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ ആണല്ലോ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴോ അമ്മ മുമ്പിലുള്ളപ്പോ വായിൽ നാവുണ്ടോന്ന് അന്വേഷിക്കണം. ഒന്ന് പതുക്കെ പറ. നീ സംസാരിക്കുന്നതെങ്ങനെ അമ്മ കേട്ടാ നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കും. എന്റെ അനിയത്തി സംഗീതയുടെ മോള ആ കുട്ടി. അമ്മയ്ക്കിഷ്ടമില്ലാതെ എന്റെ അനിയത്തി സംഗീത അവക്കിഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. ആ പയ്യൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ഉള്ളതാ. കല്യാണശേഷം സംഗീതയുടെ ഭർത്താവിന് അസുഖം ബാധിച്ചു. ഇപ്പൊ സംഗീത ഓരോരോ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അവൾ ആ കുടുംബത്തെ ഇപ്പം നോക്കുന്നത്. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളിൽ ഇത്രയ്ക്ക് ധൈര്യം പോലുമില്ലേ? അമ്മയോടൊന്നും പറയാതെ ആ പാവം പെങ്കുച്ചിനെ ഒന്ന് സഹായിച്ചാൽ എന്താ? ഇല്ലില്ല, എനിക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല. അമ്മ എങ്ങനെ ഇത് അറിയുവാണെങ്കിൽ അമ്മയുടെ സ്വത്തിന്ന് ഒരു തുള്ളി പോലും എനിക്ക് കിട്ടില്ല. പിന്നെ എല്ലാ സ്വത്തും എന്റെ ചേട്ടൻ രമന്റെ പേരിൽ എഴുതി വെക്കും. എന്നാ ശരി, നിങ്ങൾക്ക് ആ പെങ്കൊച്ചിനെ സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആ പെങ്കൊച്ചിനെ സഹായിക്കാം. ഒരു ദിവസം രാധിക വീടിന്റെ മുറ്റത്തിരിക്കുമ്പം ഗുൻഗുൻ എന്ന പെങ്കൊച്ച് റോഡിൽ നിൽക്കുന്നത് അവള് കണ്ടു. നിക്കൂ ഗുൻഗുൻ, ഇവിടെ വന്നേ. ഞാൻ നിന്റെ അമ്മാവിയാ, അറിയുവോ? ഇനി നിനക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിച്ചാ മതി. നിനക്ക് ഇന്ന് കഴിക്കാനുള്ള ആഹാരവും ഞാൻ തരാം. എനിക്ക് വേണ്ടി കുറച്ച് വെറ്റ കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പൊ രാധിക ദിവസവും ഗുൻഗുന് ആഹാരം കൊടുക്കും. എന്നിട്ട് ഗുൻഗുനെ കൊണ്ട് വെറ്റ മേടിപ്പിക്കും. ഒരു ദിവസം രാധികയുടെ അമ്മായിയമ്മ രാധികയെ കൈയോടെ പിടികൂടി. രാധികയോടൊപ്പം അന്ന് രാഹുലും ഉണ്ടായിരുന്നു. മോളെ, ആ പെൺകുട്ടിക്ക് ആഹാരം കൊടുക്കാനും മാത്രമുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായി? ആ പെൺകൊച്ചിന്റെ അമ്മയൊന്ന് അറിയട്ടെ. എനിക്കെതിരെ പ്രവർത്തിച്ചാലുള്ള ഫലം എന്തായിരിക്കുമെന്ന്. അമ്മേ, നിങ്ങളുടെ മകൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു എന്ന് വെച്ച് അത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തില്ല. അതുമല്ല, നിങ്ങളുടെ മകൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പെരുമാറണോ? ആ കൊച്ചിന് ഇത്തിരി ചോറ് കൊടുത്തു വെച്ച് നിങ്ങളുടെ വീട്ടിലെ അരിയൊന്നും കുറഞ്ഞു പോകാൻ പോകുന്നില്ല. ഓ, അപ്പൊ നീ എന്നോട് തർക്കിക്കാൻ വരുവാ? ഇനി നീ അതിന്റെ ഫലം അനുഭവിക്കും. ഇപ്പൊ തന്നെ ഭർത്താവിനെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം.
പിന്നെ നമുക്ക് കാണാം നിങ്ങൾ എന്ത് കഴിക്കും എന്നിട്ട് ആ പെങ്കൊച്ചിന് എന്ത് കഴിക്കാൻ കൊടുക്കുമെന്ന്. നിങ്ങളുടെയൊക്കെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾ അറിയും. മാലതി രാഹുലിനെയും രാധികയും വീട്ടിൽ നിന്ന് പുറത്താക്കി. രാഹുൽ രാധികയെ അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആദ്യമൊക്കെ രണ്ടു കുടുംബവും സന്തോഷപൂർവ്വം കഴിഞ്ഞു. പക്ഷെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി. അവസാനം രാഹുലും രാധികയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗ്രാമം മുഴുവനും അവിടെ ഇവിടെയും അലഞ്ഞു നടന്നു. അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. രണ്ടുപേരും ഒരു മരത്തിന്റെ അടിയിൽ വന്നിരുന്നു. ഇതെല്ലാം ഞാൻ കാരണമല്ലേ ഉണ്ടായത്. എന്റെ അമ്മ എന്നോട് പറഞ്ഞു തരുന്നു നിയന്ത്രണം വിട്ടൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്നോടൊപ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. നീ ഇങ്ങനെ കരയല്ലേ രാധികെ? ഒരുപക്ഷെ ഇതായിരിക്കും നമ്മുടെ തലയിലെഴുത്ത്. അപ്പോഴാണ് അവിടെ ഒരു പ്രായമായ സ്ത്രീ വന്നത്. അവര് മരത്തിന്റെ അടിയിൽ വന്നിരുന്നു. പ്രായമായ സ്ത്രീ വെറ്റ കഴിക്കുന്നു. അവര് രാധികയോട് ചോദിച്ചു, മോളെ, നിനക്ക് വെറ്റ കഴിക്കാൻ വേണോ? രാധികയ്ക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. വെറ്റ കണ്ടപ്പം അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രാധിക പെട്ടെന്ന് ആ വെറ്റ എടുത്ത് വായിലിട്ടു. നിനക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നല്ലോ മോളെ. എന്നാ വെറ്റ വെച്ചിരിക്കുന്ന ഈ പാത്രം നീ തന്നെ അങ്ങ് എടുത്തോ. പ്രായമായ സ്ത്രീ വെറ്റയുടെ പാത്രം രാധികയ്ക്ക് കൊടുത്തിട്ട് പോയി. വെറ്റ കഴിച്ചുകൊണ്ടിരുന്ന രാധിക കുറച്ചു നേരം കഴിഞ്ഞ് അടുത്തുള്ള കല്ലേല് തുപ്പി. ആ കല്ല് പെട്ടെന്ന് സ്വർണമായിട്ട് മാറി. എന്റെ ദൈവമേ, ഈ കല്ല് സ്വർണമായിട്ട് എങ്ങനെ മാറി? രാധിക പെട്ടെന്ന് തിരിഞ്ഞ് ആ പ്രായമായ സ്ത്രീ അവിടെ എല്ലാം അന്വേഷിച്ചു. പക്ഷെ ആ സ്ത്രീയെ അവിടെ ഒന്നും കാണാനില്ല. ഇതിനെല്ലാം കാരണം ആ വയസ്സായ അമ്മയുടെ അനുഗ്രഹമാണ്. പ്രായമായ സ്ത്രീ തന്ന വെറ്റ കഴിച്ച് രാധിക ഏതു വസ്തുവിന് മേലെ തുപ്പുന്നുണ്ടോ ആ വസ്തു സ്വർണമായിട്ട് മാറി. രാധികയും രാഹുലും സ്വർണം വിറ്റ് വലിയൊരു വീട് വാങ്ങി. അവര് ഗുൻഗുന്റെ കുടുംബം അവരോടൊപ്പം തന്നെ കഴിയാൻ വിളിപ്പിച്ചു. മറുഭാഗത്ത് മാലതി അവരെ രണ്ടാമത്തെ മകന്റെയും വിവാഹം കഴിപ്പിച്ചു. മാലതി വിചാരിച്ചത് കുടുംബത്തിലെ മറ്റുള്ള ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തുന്ന പോലെ രമേശിന്റെ ഭാര്യയും പേടിപ്പിക്കാമെന്നായിരുന്നു. പക്ഷേ അവര് വിചാരിച്ചതൊന്നും നടന്നില്ല. രമന്റെ ഭാര്യയാണെങ്കിൽ മാലതിയെ കൊണ്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. എന്നിട്ട് അവള് സുഖമായിട്ട് ഉറങ്ങും. മാലതി അവരെ രണ്ടാമത്തെ മകനും മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താകാൻ പറ്റില്ലായിരുന്നു. കാരണം അവരങ്ങനെ ചെയ്ത അവര് വീട്ടില് ഒറ്റയ്ക്കാകും. രാധികയും രാഹുലും വലിയ പണക്കാരായെന്ന് മാറിയെന്ന് മാലതി അറിഞ്ഞപ്പോ അവരെ കാണാൻ മാലതി അവരുടെ വീട്ടിൽ പോയി. നീ എന്നോട് ക്ഷമിക്കണം മോളെ. നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഞാൻ ചെയ്ത വലിയ തെറ്റായിരുന്നു. ഇനി നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വാ. വീട്ടില് ഞാൻ ഒറ്റയ്ക്കാണോന്നല്ല ഒരു തോന്നൽ എനിക്കുണ്ട്. വേണ്ട അമ്മേ, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം. അടുത്ത് തന്നെ ഞാനും സംഗീതയും ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി സ്വയം ആശ്രയിതനാകാനുള്ള ഒരു ശ്രമത്തിലാണ്. ശരി മോളെ, ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് വരണമെന്നില്ലെങ്കിൽ സാരമില്ല. നിന്റെ കയ്യില് സ്വർണം ഉണ്ടാക്കുന്ന വെറ്റ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതെനിക്ക് തന്നേര്. അതിനകത്തുള്ള വെറ്റല ഏകദേശം തീർന്നമേ, ഇനി കുറച്ചു മാത്രമേ ഉള്ളൂ. നിങ്ങൾ ദേ ഇത് കൊണ്ടുപോയിക്കോ. മാലതി ഒരുപാട് സന്തോഷിച്ച് വെറ്റയുള്ള ആ പാത്രവുമായിട്ട് വീട്ടിലെത്തി. ഇനി ആദ്യം ഞാൻ കുപ്പിടുന്ന പാത്രം തന്നെ സ്വർണമായിട്ട് മാറ്റാം. മാലതി വെറ്റ കഴിച്ച് അഴുകിരുന്ന പാത്രത്തിലേക്ക് തുപ്പി. പക്ഷെ അത് സ്വർണമായിട്ട് മാറിയില്ല. പിന്നെ മാലതി വേറൊരു തുട്ടി തുപ്പി. ആ തുട്ടിയും സ്വർണമായിട്ട് മാറിയില്ല. സ്വർണം നേടാനുള്ള ആഗ്രഹം കൊണ്ട് മാലതി കട്ടില്, അലമാര, ചുമര്, വീട്ടിലുള്ള ഓരോ വസ്തുവിലും പെറ്റ കഴിച്ചു തുപ്പി. പക്ഷെ അതിലെ ഒരു വസ്തു പോലും സ്വർണമായിട്ട് മാറിയില്ല. രമന്റെ ഭാര്യ ഉറങ്ങി എണീറ്റപ്പം വീട്ടിലുള്ള വസ്തുക്കളുടെ മേളിലെല്ലാം ആരോ പെറ്റ കഴിച്ച് തുപ്പിയിരിക്കുന്നു. അമ്മേ, മര്യാദയ്ക്ക് വീട് മുഴുവനും ഇതിനകത്തുള്ള വസ്തുക്കളെ മുഴുവനും വൃത്തിയാക്കിക്കോണം. ഇല്ലെങ്കിൽ ഇതേ അവിടെ വടിയിരിക്കുന്ന കണ്ടില്ലേ? രമന്റെ ഭാര്യ മാലതിയുടെ പുറകില് വടിയുമായിട്ട് നിന്നു. എന്നിട്ട് അവര് മാലതിയെ കൊണ്ട് വീട് മുഴുവനും ഒരച്ചൊരച്ച് വൃത്തിയാക്കി. മേഘ കുട്ടിക്കാലം തൊട്ട് വിവേകമുള്ളതും വികാരമുള്ളതും ദയുള്ള കൂട്ടത്തിലായിരുന്നു. കമല, എന്തു പറ്റി? എല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ നീ കഴിക്കാത്തേ? എന്റെ വീട്ടിൽ ഇന്നലെ അരിയും പച്ചക്കറിയും തീർന്നു. ഇന്ന് വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ ആഹാരം ഉണ്ടാക്കുന്നേ. ഇന്ന നീ എന്റെ ടിഫൻ കഴിച്ചോ, എനിക്ക് വിശക്കുന്നില്ല. മേഘ വലുതായപ്പം അവള് വിവാഹം കഴിച്ചു. എന്നിട്ടും അവളുടെ സ്വഭാവത്തിന് മാറ്റമില്ലായിരുന്നു. ഭർത്താവിന്റെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരെ അവൾ ഒരുപാട് സഹായിക്കുമായിരുന്നു. ഒരു ദിവസം മേഘയുടെ അമ്മായിയമ്മയും നാത്തൂനും പുറത്തു പോയപ്പോൾ അവരുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു.
പുതിയ മരുമകളാണല്ലേ? ഞങ്ങളെ നീ അറിയുവോ ഇല്ലയോ? നിങ്ങളുടെ വീട്ടിന്റെ പുറകില് ഒരു കുടിലുണ്ടല്ലോ, ഞാൻ അവിടെയാ താമസിക്കുന്നേ. ഞാൻ നിന്റെയും രമന്റെയും അപ്പച്ചിയെ പോലെയാണ്. അതെ അപ്പച്ചി, എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. റോട്ടില് പലപ്പോഴും ഞാൻ നിങ്ങളെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. മോളെ, എന്റെ വീട്ടില് ഗോതമ്പ് പൊടി തീർന്നു പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ 2-3 ദോശയൊന്നും കഴിക്കാതിരുന്നേനെ. പക്ഷെ വീട്ടില് അതിഥികള് വന്നിട്ടുണ്ട്. നിനക്ക് കുറച്ച് കിലോ ഗോതമ്പ് പൊടി തരാൻ പറ്റുമോ? അയ്യോ അപ്പച്ചി, ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി കൊണ്ടുപോയിക്കോളൂ. വേണമെങ്കിൽ പച്ചക്കറിയും കൊണ്ടുപോയിക്കോ. നീ നന്നായിട്ട് വരും മോളെ. നിന്റെ മാംഗല്യം എന്നും നിലനിൽക്കട്ടെ. മേഹയുടെ അമ്മായിയമ്മ മാലതിയും നാത്തൂൻ ഉമയും ചന്തയിൽ നിന്നും തിരിച്ചു വന്നു. അവര് നോക്കിയപ്പോൾ ഗോതമ്പ് പൊടിയുടെ പാത്രത്തിനകത്ത് പൊടി വളരെ കുറവാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന പച്ചക്കറിയും കാണുന്നില്ല. മോളെ, ഗോതമ്പ് പൊടിയും പച്ചക്കറിയും ഇത്രയും എങ്ങനെയാ കുറഞ്ഞു പോയത്? അതെല്ലാം നീ അങ്ങ് തിന്നോ? ഇല്ലമ്മേ, നമ്മുടെ വീടിന്റെ പുറകിൽ താമസിക്കുന്ന ഗംഗാപ്പച്ചി വന്നായിരുന്നു. അവരുടെ വീട്ടിലെ ഗോതമ്പ് പൊടിയും പച്ചക്കറിയും തീർന്നപ്പോൾ അവര് കുറച്ച് ഇവിടുന്ന് കൊണ്ടുപോയതാ. നീ ആർക്കും അധികം ഉപകാരം ചെയ്യണ്ട. നിന്റെ ഭർത്താവിനെ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ചെറിയ ജോലിയാ ഉള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ചെലവ് കഴിഞ്ഞു പോകുന്നത്. പണം ഇവിടത്തെ മരത്തിലല്ലല്ലോ കായ്ക്കുന്നത്. കൈ നിറച്ച് സാധനങ്ങൾ ആൾക്കാർക്ക് വെറുതെ അങ്ങ് കൊടുക്കാൻ. ഇനി വീട്ടിൽ ആര് വന്നാലും, അയൽക്കാരായാലും ഭിക്ഷക്കാരായാലും, നീ അവർക്കൊന്നും കൊടുക്കണ്ട. മാലതി എല്ലാ വർഷവും അക്ഷയതൃതിയുടെ ദിവസം സ്വർണം കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമായിരുന്നു. ഈ വർഷം അവരുടെ മകളോടൊപ്പം മരുമകൾക്കും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് അവർ ചിന്തിച്ചു. മോളെ, ഇന്ന് അക്ഷയതൃതിയാണ്. ഞാൻ ഉമ്മയ്ക്ക് കമ്മല് മേടിക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് വേണ്ടി സ്വർണം കൊണ്ടൊരു നെക്ലേസ്. മേഹ അമ്മായിയമ്മയും നാത്തൂനോടൊപ്പം ചന്തയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഭിക്ഷക്കാരൻ ആൾക്കാരോട് ആഹാരത്തിനും ചികിത്സയ്ക്കും പണം ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മയുടെ മുൻപില് ഭിക്ഷക്കാരനെ സഹായിക്കാനുള്ള ധൈര്യമൊന്നും മേഹയ്ക്കില്ലായിരുന്നു. പക്ഷേ അന്നു രാത്രി മേഹയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ തുടർച്ചയായി ആ ഭിക്ഷക്കാരനെ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് വിഷമം കൊണ്ട് അവളുടെ കണ്ണുകളങ്ങ് നിറഞ്ഞുപോയി. നേരം വെളുക്കുന്നതിന് കുറച്ചു നേരം മുൻപേ മേഹ എഴുന്നേറ്റു. എന്നിട്ട് കഴുത്തിലിരുന്ന സ്വർണ്ണാഭരണം ആ ഭിക്ഷക്കാരന് കൊടുത്തിട്ട് വന്നു. ഇന്നാ, നിങ്ങൾ ഇത് കൊണ്ടുപോയി അങ്ങ് വിൽക്ക്. നിങ്ങള് ചികിത്സയും നടത്തി നന്നായിട്ട് ഭക്ഷണവും അങ്ങ് കഴിക്ക്. കുറച്ചു ദിവസം കഴിഞ്ഞ് അവരുടെ ഉത്സവം വന്നു. ആ സമയത്ത് മേഹയുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. മോളെ, നീ എന്താ ആ സ്വർണ്ണ നെക്ലേസ് ഇടാഞ്ഞത്? വർഷത്തില് വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനെ സ്വർണവും വെള്ളിയും ഒക്കെ അണിഞ്ഞൊരുങ്ങാൻ ഒരു ദിവസം കിട്ടുന്നത്. അമ്മേ, അത് പിന്നെ അദ്ദേഹം വീട്ടിലില്ല. എനിക്ക് സ്വർണവും ആഭരണവും ഒക്കെ ഇടാനുള്ള മനസ്സ് തോന്നുന്നില്ല. അല്ല, നീ നിന്റെ ഭർത്താവിന്റെ ഓൺലൈൻ പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെല്ലെ, പോയി ചെന്ന് നെക്ലേസ് ഇട്ടിട്ട് വാ. നമുക്ക് ഒരുമിച്ചൊരു സെൽഫിയും കൂടെ എടുക്കണ്ടേ? അമ്മേ, അത് പിന്നെ കാര്യം പറ. അത് പിന്നെ ഞാൻ ആ നെക്ലേസ് ഒരു ഭിക്ഷക്കാരന് കൊടുത്തു. എടീ തെണ്ടി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിന്നെ പോലൊരു ഭ്രാന്തിയായി ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ല. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ലാതെ നീ വഴിയിൽ അലഞ്ഞു നടക്കുമ്പോ പണത്തിന്റെ വില നിനക്ക് മനസ്സിലാവും. മേഹയുടെ അമ്മ അന്നു രാത്രി തന്നെ മേഹയെ വീട്ടിൽ നിന്നും പുറത്താക്കി. അവർ മേഹയ്ക്ക് അവളുടെ ഫോൺ പോലും കൊടുത്തില്ല. മേഹ രാത്രി റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവൾ വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ മേഹയോട് ആഹാരം ചോദിച്ചു. കൊച്ചമ്മേ, 3 ദിവസമായിട്ടൊന്നും കഴിച്ചില്ല. എനിക്ക് പണം തരാമോ? കൊച്ചമ്മേ, ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ലല്ലോ കുഞ്ഞെ. ഇവിടുന്ന് പൊയ്ക്കോ നീ. മേഹ നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ചൂടുള്ള സ്വർണം ഉരുകി താഴെ തറയിലേക്ക് വീഴുന്നു. അല്ല, ഇതെന്താ എന്റെ കണ്ണിന്ന് സ്വർണമാണോ വീഴുന്നേ? മേഹ അവളുടെ കണ്ണിൽ നിന്നും വീഴുന്ന സ്വർണമെല്ലാം കയ്യിൽ വാരിയെടുത്ത് ഭിക്ഷ ചോദിച്ച പെൺകുട്ടിക്ക് കൊടുത്തു. ഇത് കൊണ്ടുപോയി വിറ്റാൽ മതി, നിനക്ക് ഒരുപാട് പണം കിട്ടും. മേഹ റോട്ടിൽ കൂടി കുറെ ദൂരം നടന്നു പോയപ്പോൾ വഴിയിൽ കുറെ ആൾക്കാരിയ്ക്കുന്നത് കണ്ടു. തണുപ്പ് കാരണം അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംവേദനശ്രവതയുള്ള അവളുടെ മനസ്സ് ഇത് കണ്ടപ്പോൾ അങ്ങ് അലിഞ്ഞുപോയി. എന്നിട്ട് അവളുടെ കണ്ണിൽ നിന്നും സ്വർണം കൊണ്ടുള്ള കണ്ണീർ ഒഴുകി. മേഹ ആ സ്വർണമെല്ലാം ആ പാവങ്ങൾക്ക് എടുത്തു കൊടുത്തു. രാവിലെ ആയപ്പോൾ മേഹ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു അമ്പലത്തിനടുത്ത് ചെന്നു. എന്നിട്ട് അമ്പലത്തിന് മുൻപിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് തന്റെ കണ്ണിൽ നിന്നും ഒഴുകിയ സ്വർണങ്ങൾ എടുത്തു കൊടുത്തു.
മേഘയുടെ അമ്മായിയുടെ കൂട്ടുകാരി നന്ദിനി അമ്പലത്തിൽ പൂജ ചെയ്യാൻ വന്നിരുന്നു. അവര് നോക്കിയപ്പോൾ മേഘ കണ്ണിൽ നിന്നും സ്വർണ്ണ കണ്ണീരെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്നത് കണ്ടു. നന്ദിനി പെട്ടെന്ന് മാലതിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മാലതി, നീ വെറും പാവമാണെന്നല്ലേ എല്ലാരോടും പറയുന്നത്? നിങ്ങളുടെ മരുമകൾ അമ്പലത്തിനടുത്ത് പാവങ്ങൾക്ക് സ്വർണം കൊടുക്കുന്നു. അവളുടെ കണ്ണീന്നേ സ്വർണ്ണ കണ്ണീരാ വരുന്നത്. മേഘയുടെ കണ്ണിൽ നിന്നും സ്വർണം കൊണ്ടുള്ള കണ്ണീരാ വരുന്നതെന്ന് അമ്മായി അമ്മയും നാത്തൂനും അറിഞ്ഞപ്പോൾ അവരോടി അമ്പലത്തിനടുത്തെത്തി. എന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ മേഘയെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങളോട് ക്ഷമിക്കണം മോളെ, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു നിന്റെ കണ്ണിൽ നിന്നും സ്വർണ്ണ കണ്ണീരാ വീഴുന്നതെന്ന്. ഞാൻ നിന്നോട് ചെയ്തതൊന്നും ശരിയല്ലായിരുന്നു. എന്നാ നീ ഇവിടെ ഒന്നു കരഞ്ഞ് എന്നിട്ട് ഞങ്ങൾക്ക് സ്വർണം വാരി താ. അമ്മേ, നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ അതോ എനിക്ക് തോന്നിയതുകൊണ്ടോ എനിക്ക് കരയാൻ പറ്റില്ല. കഷ്ടത്തിലുള്ള ആൾക്കാരെ കാണുമ്പോഴോ അതോ ഭിക്ഷ ചോദിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴോ മാത്രമേ എന്റെ മനസ്സലിഞ്ഞ് ഞാൻ കരയുന്നത്. എന്തു വിട്ടിത്തോ നീ വിളിച്ചു പറയുന്നേ? ഇപ്പൊ തന്നെ ഞാൻ നിന്നെ ഒന്ന് കരയിപ്പിക്കട്ടെ. മാലതി തീ കത്തിച്ചു. എന്നിട്ട് പിന്നെ മകളോട് പറഞ്ഞു, ഉമ, നീ മേഘയുടെ കാല് പിടിക്ക്, ഞാൻ അവളുടെ കൈ പിടിക്കാം. നമ്മൾ ഇവളെ തീയുടെ മുകളിൽ വെച്ചാലേ അവൾ എങ്ങനെയെങ്കിലും കരയും. അമ്മായി അമ്മയും നാത്തൂനും കൂടെ ചേർന്ന് മേഘയെ തീയുടെ മുകളിൽ കൊളുത്തിയിട്ടു. മേഘ ഒച്ചയിട്ട് കരഞ്ഞു, എന്നെ രക്ഷിക്ക്, ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. എടി, നീ എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നത്? കരയാനല്ലേ നിന്നോട് പറഞ്ഞേ. അപ്പോഴാണ് മേഘയുടെ ഭർത്താവ് രമൻ വീട്ടിലെത്തിയത്. അവൻ പെട്ടെന്ന് മേഘയെ തീയുടെ പുറത്തുനിന്നും പുറത്തു മാറ്റി. അമ്മേ, അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അമ്മ എന്തായി കാണിക്കുന്നേ? തീയുടെ മുകളിൽ പിടിച്ചു വെച്ച് എന്തിനാ ഇവിടെ കൊല്ലാൻ ശ്രമിക്കുന്നേ? നിന്റെ ഭാര്യയുടെ കണ്ണീന്ന് സ്വർണ്ണ കണ്ണീരാ വീഴുന്നേ. അവള് കരഞ്ഞാലല്ലേ നമ്മള് വലിയ പണക്കാരാകൂ. ഈ പണ്ടാരം എന്താ കരയാത്തത്? നാട്ടുകാരിന്നെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വരുന്നത്. മേഘയുടെ സ്വർണ്ണ കണ്ണുനീർ ഈശ്വരൻ കൊടുത്ത അത്ഭുതകരമായ ഒരു വരദാനമാണ്. അത് സംഭവിക്കുന്നത് കരുണ കൊണ്ടാണ്. നമുക്കിത് ഒരിക്കലും ഇവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനാവുകയില്ല. മേഘ അവളുടെ കണ്ണുനീർ ഒരിക്കലും അവൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടില്ല. അവൾ എപ്പോഴും പാവപ്പെട്ടവരും കഷ്ടത്തിലുള്ള ആൾക്കാരെ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ.